വടകര MDMA കേസിൽ BRCയിലെ അധ്യാപിക കീർത്തനയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര NDPS കോടതി കീർത്തനയെ SIT കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു വാർത്തയാണിത്. വടകര MDMA കേസിലാണ് ഇപ്പോൾ BRCയിലെ അധ്യാപിക കീർത്തനയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങൾ, ഇനി ബാക്കി നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്? അഞ്ജന, ഈ അധ്യാപികമാർ അറസ്റ്റിലായിട്ടുള്ള MDMA കേസിലാണ്. ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള കീർത്തനയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം SIT കോടതിയിൽ ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കോടതി 2 ദിവസത്തേക്ക് ഈ മുഖ്യപ്രതിയായിട്ടുള്ള കീർത്തനയെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ 2 ദിവസം എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും. അതായത് ഈ കീർത്തന വഴിയാണ് മറ്റ് 2 അധ്യാപകരും ഈ ലഹരി കടത്ത് സംഘത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ കീർത്തനയെ ആരാണ് ഇത്തരത്തിലൊരു MDMA കേസിലേക്ക് അല്ലെങ്കിൽ MDMA കടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കും പ്രധാനമായും അന്വേഷിച്ച് അറിയുക. മറ്റൊന്ന്, ഈ കേസിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ഈ കീർത്തനയെയും ദിവ്യയും ഒക്കെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള MDMA കടത്തിന്റെ മുഖ്യ സൂത്രനായിട്ടുള്ള വയനാട് സ്വദേശി ഷിൻഡോ ഷിബു. ഈ ഷിൻഡോയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം അത് കീർത്തനയ്ക്ക് അറിയാമോ? ഇദ്ദേഹത്തിന്റെ സ്വദേശം വയനാട് തന്നെയാണോ? എങ്ങനെയാണ് ഈ ഷിൻഡോ ഷിബുവിന്റെ മായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഷിൻഡോ ഷിബു ആണോ ഈ കേരളത്തിലേക്ക് വ്യാപകമായ തോതിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് MDMA എത്തിച്ചത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തേടിയായിരിക്കും ഇനിയുള്ള SIT സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അതിന്റെ ഭാഗമായി തന്നെയായിരിക്കും കീർത്തനയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം 2 ദിവസം കൃത്യമായി കീർത്തനയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും SIT സംഘം പ്രധാനമായും ചോദിച്ച് അറിയുക. കീർത്തന ഇന്ന് ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കീർത്തനയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് കീർത്തനയിൽ നിന്ന് ഈ MDMA സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനാണ് SIT സംഘം മുന്നിട്ടിറങ്ങുക. നേരത്തെയൊക്കെ തന്നെ ഈ 3 അധ്യാപകരെയും പ്രാഥമികമായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ആരാണ്, ഈ കേസിലെ മറ്റ് കണ്ണികൾ ആരാണ് എന്നതിനെ കുറിച്ച് അന്വേഷണ സംഘത്തോട് പറയാൻ ഈ 3 അധ്യാപകരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടി കൂടിയായിരിക്കും ഈ 2 ദിവസത്തെ കസ്റ്റഡിയിൽ കൃത്യമായി കീർത്തനയെ ചോദ്യം ചെയ്യും ഷിൻഡോ ഷിബു. കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഷിൻഡോ ഷിബുവിനെ കുറിച്ചുള്ള വിവരമായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയുക. അഞ്ജന. ശരി അനഘ.